ഹായ് ഫ്രണ്ട്സ്, ഒരുപാട് ദിവസമായി നമ്മൾ കണ്ടിട്ടല്ലേ. എനിക്ക് നല്ല സുഖമില്ലായിരുന്നു, പനിയായിരുന്നു. അപ്പം നമ്മൾ ഇന്ന് തയ്യാറാക്കുന്നത് ജിഞ്ചർ ഹൽവയാണ്. അപ്പോൾ അതിനുവേണ്ടി ഞാൻ കുറച്ച് ജിഞ്ചർ എടുത്ത് പീൽ ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇതിനി നമുക്കൊന്ന് ഗ്രേറ്റ് ചെയ്തെടുക്കാം. കത്തി വെച്ചിട്ട് ചോപ്പ് ചെയ്തെടുക്കുകയാണെങ്കിലും കുഴപ്പമില്ല. ഒരു 200 ഗ്രാം ജിഞ്ചറാണ് ഞാൻ എടുത്തിരുന്നത്. അത് നന്നായിട്ട് ഗ്രേറ്റ് ചെയ്തെടുത്തു. കുറച്ച് ജ്യൂസി ആയിട്ടൊക്കെ ഇരുന്നാലും കുഴപ്പമൊന്നുമില്ല കേട്ടോ. ഇത് വറ്റിച്ചെടുക്കാനാണ്. ഇനി നമുക്കൊരു പാൻ വെച്ചിട്ട് പാൻ ഒന്ന് ചൂടായിക്കോട്ടെ. അപ്പം നമുക്ക് ജിഞ്ചർ കൂടി ഇട്ട് കൊടുക്കാം. അപ്പോൾ ഇവിടെ ക്ലൈമറ്റൊക്കെ ചേഞ്ച് ആകുന്നത് കൊണ്ടാണ് ഭയങ്കര ഒച്ചയടപ്പും ഭയങ്കര കോൾഡും ഒക്കെ ആയിരുന്നു. ഇപ്പം ഇത്തിരി മാറിയിട്ടുണ്ട്. എപ്പോഴും ഈവനിങ് ഒക്കെ ആകുമ്പോഴത്തേക്കിന് ഭയങ്കര ബുദ്ധിമുട്ടാണ്. അപ്പോൾ ഇതിൻ്റെ വെള്ളമൊക്കെ നമുക്കൊന്ന് വറ്റിച്ചെടുക്കാം. ശരിക്കും പഞ്ചാബി സ്പെഷ്യലാണ് ജിഞ്ചർ ഹൽവ. വളരെ ടേസ്റ്റിയാണ്, ഭയങ്കര ഈസിയാണ്. നമ്മുടെ ഹൽവ പോലെ അത്രയും മെനക്കേടൊന്നുമില്ല. കുറച്ചൊരു ബുദ്ധിമുട്ടുണ്ടെന്ന് മാത്രമേ ഉള്ളൂ. 1 ടേബിൾ സ്പൂണോളം ഗീ ഞാൻ ആദ്യം ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി അതൊന്ന് വറ്റിച്ചെടുക്കാം നമുക്ക്. നമ്മുടെ ഹൽവയല്ലേ, ഭയങ്കര ബുദ്ധിമുട്ടല്ലേ നമ്മുടെ ഹൽവ ചെയ്യാൻ. അതുപോലെ ഒന്നും ഇല്ലത് കേട്ടോ. ആദ്യത്തെ 1 ടേബിൾ സ്പൂൺ ഇട്ടത് മൊത്തം ഞാൻ നന്നായിട്ട് വറ്റിച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് കുറച്ച് ഗീ കൂടി ഇതിനകത്തിൽ ആഡ് ചെയ്ത് കൊടുക്കണം. ഇങ്ങനെ നമ്മൾ കുറേശ്ശെ ഗീ ഒഴിച്ചിട്ട് വേണം. ഏകദേശം ഒരു 4 ടേബിൾ സ്പൂണോളം വേണ്ടി വരും. എങ്കിൽ മാത്രമേ ആ ഇഞ്ചിയുടേതായുള്ളൊരു പച്ചക്കുത്തൊക്കെ മാറി കിട്ടത്തുള്ളൂ. ഹൽവ എല്ലാം നമ്മൾ ഏത് ഹൽവ ആയാലും, ജിഞ്ചർ ഹൽവ ആയാലും, ആപ്പിൾ ഹൽവ ആയാലും, നമ്മുടെ കോഴിക്കോട് ഹൽവ ആയാലും ഒക്കെ തന്നെ നമ്മൾ നന്നായിട്ട് ഇളക്കി കൊടുക്കണം. അവിടെ നിന്ന് മാറാനേ പറ്റത്തില്ല. അത് മാത്രമേ ഉള്ളൂ ഹൽവയുടെ ഒരു ബുദ്ധിമുട്ടെന്ന് പറയുന്നത്. ഇനി നമുക്കിതിലേക്ക് കുറച്ച് കളറും കൂടെ ആഡ് ചെയ്യാം. അപ്പം ഞാനിവിടെ ഒരു യെല്ലോ കളറാണ് ആഡ് ചെയ്യുന്നത്. നമ്മുടെ കയ്യിൽ വേറെ ഓറഞ്ചൊക്കെ ഉണ്ടെങ്കിൽ ആ കളറായാലും കുഴപ്പമൊന്നുമില്ല. ഇനി നമ്മൾ കളർ ആഡ് ചെയ്തില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല. ഇതിനെ കാണുമ്പോൾ ഒരു ഭംഗിക്ക് വേണ്ടിയിട്ട് നമുക്ക് കുറച്ച് കളറൊക്കെ ആഡ് ചെയ്യാമെങ്കിൽ നല്ലതാണ്. അതുകൊണ്ടാണ് കേട്ടോ. ഇനി നമുക്കിതിലേക്ക് കുറച്ച് ഏലക്കാപ്പൊടിയും കൂടെ ആഡ് ചെയ്യാം. കുറച്ച് കണ്ടൻസ് മിൽക്കാണ് ഞാൻ ആഡ് ചെയ്യുന്നത്. ഷുഗർ ചേർക്കേണ്ടവർക്ക് അത് ചേർക്കാം. കണ്ടൻസ് മിൽക്ക് ആണെങ്കിൽ അതായാലും കുഴപ്പമില്ല. നമ്മുടെ ടേസ്റ്റ് അനുസരിച്ചിട്ട് മധുരം ചേർത്താൽ മതി. ഇതിപ്പം ഞാൻ നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുത്തു. കുറച്ച് ലൂസായിട്ട് നിങ്ങൾക്ക് തോന്നും. കുറച്ച് കഴിയുമ്പോൾ നന്നായിട്ട് ചൂടായിട്ട് വരുമ്പോഴത്തേക്കിന് നല്ല തിക്നെസ്സായി വന്നോളും. ഇപ്പം നന്നായിട്ട് തിളയൊക്കെ വന്ന് കുറച്ച് തിക്കായിട്ട് വരുന്നുണ്ട്. നല്ലൊരു സ്മെല്ലൊക്കെ വരുന്നുണ്ട് കേട്ടോ. അപ്പം നമ്മുടെ ജിഞ്ചർ ഹൽവ റെഡി ആയിട്ടുണ്ട്. നമുക്കിനി കുറച്ച് നട്ട്സൊക്കെ ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ ഗ്രേപ്സും കാഷ്യൂവും മാത്രമേ എടുത്തിട്ടുള്ളൂ. നിങ്ങൾക്ക് ഇഷ്ടമുള്ള എന്തൊക്കെയാണോ അതൊക്കെ ചേർത്താലും കുഴപ്പമൊന്നുമില്ല. എങ്ങനെ നോക്കിയാലും നല്ല ടേസ്റ്റിയാണ്. എല്ലാവരും ഇതൊരു പ്രാവശ്യമെങ്കിലും ട്രൈ ചെയ്ത് നോക്കണം. ഇനി ഞാനിതൊരു പ്ലേറ്റിലേക്ക് മാറ്റാം. ഒരു ബൗളിൽ ഞാൻ കുറച്ച് ഗീയൊക്കെ പുരട്ടി റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ഇതിലേക്ക് മാറ്റാം. അപ്പം ഞാൻ ഈ ബൗളിലേക്ക് തന്നെ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇപ്പം നല്ല ചൂടായിട്ടല്ലേ. അപ്പോൾ ഇനി ഒരു 1 hour കഴിയുമ്പം നന്നായിട്ട് തണുത്ത് നല്ലതായിട്ട് സെറ്റായി കിട്ടും. അപ്പം നോർമലായിട്ട് റൂം ടെമ്പറേച്ചറിൽ ഇരുന്നാൽ മതി. ഫ്രിഡ്ജിലൊന്നും വെക്കേണ്ട ആവശ്യമില്ല. ഇപ്പോൾ 1 hour കഴിഞ്ഞിട്ടുണ്ട്. ഇതിപ്പോൾ നമ്മുടെ നോർമൽ ഹൽവ പോലെ നമുക്കിത് കട്ട് ചെയ്ത് മാറ്റാനൊന്നും പറ്റത്തില്ല. കുറച്ച് ലൂസായിട്ടുള്ള ഒരു ഹൽവയാണ്. ഇതിനി ഞാനൊരു പ്ലേറ്റിലേക്കൊന്ന് മാറ്റി കാണിക്കാം. അപ്പം പഞ്ചാബി ജിഞ്ചർ ഹൽവ കണ്ടല്ലോ, നമ്മുടെ കേസരി പോലെ ഉണ്ടല്ലേ. അപ്പോൾ വളരെ സോഫ്റ്റായിട്ടുള്ള ഹൽവയാണ്. നമുക്ക് കട്ട് ചെയ്യാൻ പറ്റത്തില്ലെന്ന് മാത്രമേ ഉള്ളൂ. അപ്പോൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം ഒരു പ്രാവശ്യമെങ്കിലും.
എന്നിട്ട് നിങ്ങളുടെ ഫീഡ്ബാക്ക് പറയുകയും വേണം. അപ്പോൾ ഇനിയൊരു പുതിയ വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം. ബൈ ബൈ.